ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്കുള്ള ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഈ നാടിൻ്റെ മനോഹാരിതയും ഈ നാട്ടിലെ അതിമനോഹരമായ റോഡുകളും മരങ്ങളും വൃക്ഷങ്ങളും ഇപ്പോൾ നമ്മുടെ നാടിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഉണക്ക് എന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലം അതികടുത്തതായിരിക്കുമെന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വലിയ എണ്ണപ്പനയുടെ മരങ്ങളാണ്. നമ്മൾക്ക് തന്നെ ഫാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണപ്പനകളുടെ മരങ്ങളാണ്. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ആതിരപ്പള്ളിയുടെ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാരണം വലിയ റോഡുകളാണ്. എന്നാൽ ആ റോഡുകളുടെ അരികിൽ വേസ്റ്റുകളും ഇതൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറവാണ്. എന്നാലും വളരെ മനോഹരമാണ് ഈ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പം പറയുമ്പോൾ നമ്മൾ യാത്രയിൽ ഒരുപാട് ദൂരം താണ്ടി നമ്മൾ ആതിരപ്പള്ളിയോട് അടുത്ത് എത്തിയിട്ടില്ല. എന്നാൽ ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററും കൂടെ യാത്രയുണ്ട്. ഈ സ്ഥലങ്ങൾ എല്ലാം മരങ്ങൾ എല്ലാം പൊഴിഞ്ഞ് നിൽക്കുകയാണ്. എല്ലായിടത്തും റോഡ് സൈഡിൽ എഴുതി വച്ചിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കരുത്. എന്നാൽ പക്ഷേ ഈ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വരുന്ന യാത്രക്കാരും ജനങ്ങളും നിങ്ങൾ ഭക്ഷണം കഴിച്ച സാധനങ്ങളൊക്കെ അവരവർ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക, അല്ലാതെ റോഡ് സൈഡിലും വഴിയരികിലും നിക്ഷേപിക്കാതെ ഇരിക്കുക. വളരെ മനോഹരമായ ഈ നാടിൻ്റെ ഭംഗി നമുക്കും കൂടി നിലനിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ വലിയൊരു പരാജയമായി തീരുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ഭാഗമായി ഇതുണ്ടല്ലേ നമ്മുടെ പശുക്കുട്ടികൾ.